വെൽക്കം ടു ഹോംലി ഹോം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന്. കീപ്പ് വാച്ചിങ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്താണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ സവോളയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവോളയ്ക്ക് ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനും അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിനാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു 12 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകുമ്പോഴത്തേക്ക് ഒരു 12 ഉണക്കമുന്തിരിങ്ങയാണ് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഉണക്കമുന്തിരിങ്ങ ഒന്ന് ബൾജായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു 4 മുട്ടയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിവിടെ പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ടയുടെ 4 സൈഡിലും ഇതുപോലെ കത്തിയിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ ഓയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ അതായത് ഒരു 1/8 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ലോ ഹീറ്റിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട നമുക്കൊരു മീഡിയം ടു ലോ ഹീറ്റിനിടയിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു കുക്കറിലാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം. കുക്കർ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കോലം, ഒരു 1/2 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, 3 ഏലയ്ക്ക, അതുപോലെ ഒരു 4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ലോ ഹീറ്റിൽ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 20 സെക്കൻഡ് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 പച്ചമുളക് നടുവേ ഇതുപോലെ കീറിയതാണ് അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സവോളയുടെ കൂട്ടത്തിലിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും ഫ്ലെയിം ലോയിലിട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം ഒരു വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തതാണ് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ലപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഒരു മുട്ടയാണ് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 15 സെക്കൻഡ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലതായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നതായിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബസ്മതി റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല. പകരം അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്യാനായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഏകദേശം ഒരു 30 സെക്കൻഡ് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് ചൂടുവെള്ളം, അതായത് 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളം. ആ ഒരു മെഷർമെൻറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പ്രഷർ കുക്കർ ക്ലോസ് ചെയ്യാം. നന്നായിട്ട് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ലോ ടു മീഡിയം ഹീറ്റിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം പ്രഷർ കുക്കറിൻ്റെ പ്രഷർ ഫുൾ റിലീസ് ആയതിനു ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഇതിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടുത്തെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.